കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഒരു മൂഡ് ഓഫ്. ദത്തൻ മിററിലൂടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ദത്ത, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പിന്നെ പറയാതെ. നിനക്ക് എന്നെയാണോ അനുവിനെയാണോ വേണിയാണോ കൂടുതൽ ഇഷ്ടം? അത് കേട്ടതും ദത്തൻ ബുള്ളറ്റ് പെട്ടെന്ന് നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. എന്താടാ ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അനുവും വേണിയും എനിക്ക് നമ്മുടെ ഭദ്രയുടെയും ശിലുവിനെയും പോലെയാണ്. ആ സ്നേഹം എന്നും ഉണ്ടാകും. പക്ഷെ നീ എൻ്റെ ജീവനല്ലേടാ. നീ ഇല്ലാതെ ഈ ദത്തനുണ്ടോ? ഞാൻ ശ്വസിക്കുന്ന ശ്വാസം പോലും നിനക്ക് വേണ്ടിയാ. ദത്തനത് പറഞ്ഞതും വർണ്ണാവൻ്റെ വായലിലൂടെ ചുറ്റിപ്പിടിച്ച് പുറത്തേക്ക് തല വെച്ചു. എനിക്കറിയാൻ ദത്ത, പക്ഷെ നിന്നോട് വേറെ ആരെങ്കിലും കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് അസൂയ വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്ത് എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ് ദത്തിന് വേറെ ആരുള്ളൂ. തൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വർണ്ണയുടെ കൈയെടുത്ത് ഉള്ളം കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. സോറി ദത്ത, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചോദിച്ചതാ. നമ്മുടെ അനിയും വേണിയല്ലേ, അപ്പം ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. അതെ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് പോവാം. വർണ്ണ മൂളിയത് ദത്തൻ വണ്ടി മുന്നോട്ടെടുത്തു. മതി ദത്ത, കുറെ ആയില്ലേ ഞാൻ പാടിക്കുന്നു, എനിക്ക് വയ്യാതായി. ബുക്കിലേക്ക് തലചരിച്ച് വെച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു. ആ ഒരു ടോപ്പിക് കൂടി പഠിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി പഠിക്കാം. ദത്തൻ തന്നെ ഫയൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കിക്കോ, എന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ച് ഞാനൊരു ഭ്രാന്തിയാവും. അവിടെ നിനക്ക് എൻ്റെ വില മനസ്സിലാവും. വർണ്ണത് പറഞ്ഞ് വീണ്ടും പഠിക്കാൻ തുടങ്ങി. അത് കണ്ട് ദത്തൻ ചിരിച്ചു. മതി, ബാക്കി ഇനി കഴിച്ചിട്ട് പഠിക്കാം. ദത്തൻ കയ്യിലെ ഫയലെടുത്ത് ബെഡിലേക്ക് വെച്ചു. ശേഷം വർണ്ണയുടെ ബുക്കും അടച്ച് അടുക്കളയിലേക്ക് നടന്നു. ചപ്പാത്തിയും ചിക്കനുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. വർണ്ണ അത് 2 പ്ലേറ്റിലേക്കാക്കി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. ദത്തൻ കൈ കഴുകി വന്ന് അവളുടെ അരികിൽ വന്നിരുന്നു. കഴിക്കുന്നതിൻ്റെ ഇടയിൽ വർണ്ണ കോളേജിലെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം ദത്തൻ കൗതുകത്തോടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദത്തൻ ഒരു കഷ്ണം ചപ്പാത്തി എടുത്ത് വർണ്ണയ്ക്ക് നേരെ നീട്ടിയതും വർണ്ണ സംശയത്തോടെ നോക്കി. വെറുതെ ഒരു ആഗ്രഹം. ചപ്പാത്തി അവളുടെ വായിലേക്ക് വെച്ചൊപ്പം ദത്തൻ അവളുടെ കവളിലായി ഉമ്മ വെച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വർണ്ണയ്ക്ക് ക്ഷീണമായി, ഉറക്കം വരലായി. ദത്തനെ പേടിച്ചിട്ടാണെങ്കിൽ പഠിക്കാതിരിക്കാനും പറ്റില്ല. അവൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിലും പഠിക്കാനുള്ള മടി കാരണം വെറുതെ ബുക്ക് നോക്കി ബെഡിലേക്ക് കിടന്നു. ദത്ത, ബാക്കി നാളെ പഠിച്ചാൽ മതിയോ? പറ്റില്ല പ്ലീസ്. പറ്റില്ല, അത് കുറച്ചല്ലേ ഉള്ളൂ, വേഗം പഠിച്ചു തീർക്ക്. ഇനി ആ ഒരു വഴിയുള്ളൂ. വർണ്ണ ബുക്ക് അടച്ചു വെച്ച് ദത്തനിരിക്കുന്ന ചെയറിന് മുന്നിലായി വന്നു നിന്നു. അത് കണ്ട് ദത്തൻ ലാപ്പിൽ നിന്ന് തല ഉയർത്തി. എനിക്കിനി പഠിക്കാൻ വയ്യ ദത്ത, എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഇനി ഞാൻ ജോലി വാങ്ങിക്കണം നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഫയൽ എടുത്ത് കൊടുക്കാൻ ഞാൻ നിന്നോളാം. ഈ വീട്ടിലെ എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്തോളാം. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാം. തൻ്റെ കാല് പിടിച്ച് കരയുന്ന വർണ്ണയെ കണ്ട് ചിരിക്കണോ കരയണം എന്ന അവസ്ഥയിലായി ദത്തൻ. എൻ്റെ കുഞ്ഞെ, എന്താ നീ കാണിക്കുന്നേ? ദത്തൻ അവളെ പിടിച്ച് എണീപ്പിച്ച് തൻ്റെ മടിയിലിരുന്നു. ഇന്ന് പഠിച്ചാൽ മതി. എൻ്റെ കുട്ടി പറ്റുന്ന പോലെ എല്ലാം പതിയെ പഠിച്ചെടുത്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. അത് പറഞ്ഞ് ദത്തൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. താങ്ക് യു. അത് പറഞ്ഞ് ദത്തൻ്റെ ചുണ്ടിലൊരു ഉമ്മ വെച്ച് വർണ്ണ അവൻ്റെ മടിയിൽ നിന്ന് എണീറ്റു. പക്ഷെ ദത്തൻ അതിന് സമ്മതിക്കാതെ അവളെ വീണ്ടും തൻ്റെ മടിയിലേക്ക് ഇരുത്തി. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ മിണ്ടാതെ കിടന്നുറങ്ങേണ്ട കാര്യമല്ലേ ഉള്ളൂ. വെറുതെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഉമ്മ തന്ന് എൻ്റെ വർക്കെല്ലാം കൂടി കൊളാക്കിയില്ലടി നീ. ഞാൻ പോയി അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കാം, നീ ഇരുന്ന് വർക്ക് ചെയ്തോ. വന്ന് ഉമ്മിച്ചെൻ്റെ മനസ്സ് മാറ്റിയതും പോരാ, അവളുടെ ഒരു വർക്ക് ചെയ്തോളാൻ. എന്ത് ദത്താ, ഇനി ഉമ്മ വേണോ? അവൾ വീണ്ടും അവൻ്റെ ചുണ്ടിലേക്ക് ഉമ്മ വെച്ചു. ഇനി എൻ്റെ ദത്തൻ വർക്ക് ചെയ്തോട്ടോ. അവൾ എണീക്കാൻ നിന്നത് ദത്തൻ അവളെ സമ്മതിക്കാതെ അവൾ ഇറുകെ പുണർന്നു. ശേഷം അവളുടെ മുഖം കയ്യിലെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി അവളെ മടിയിൽ നിന്ന് എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി. ലൈറ്റ് ഓഫ് ചെയ്ത് ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി അവളിലേക്ക് അടുത്തു. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞില്ലടാ, എനിക്കിപ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന്. നീ എൻ്റെ അടുത്തുള്ളപ്പോൾ എന്താ പറയാ, എന്നെ കൊണ്ട് കഴിയില്ലടാ. അവളുടെ കഴുത്തിലേക്ക് ദത്തൻ തൻ്റെ മുഖം ചേർത്തു. വർണ്ണവൻ്റെ കണ്ണിലെ പ്രണയഭാവം താങ്ങാനാവാതെ കണ്ണടച്ചു. ദത്തൻ അവളുടെ ആദരങ്ങളെ സ്വന്തമാക്കി. ദത്തൻ്റെ സ്പർശനത്തിനനുസരിച്ച് അവളിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങൾ അവനിൽ ആവേശം നിറച്ചു. അവൻ്റെ പ്രണയച്ചൂടിൽ അവൾ അലിഞ്ഞില്ലാതെയായി. അവൻ്റെ ചുംബനങ്ങൾ അവളിൽ പലവിധ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചു. ദത്തൻ അവളിലേക്ക് പടർന്നു കയറി വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കുഞ്ഞേ,
കിതപ്പ് നിറഞ്ഞ ദത്തൻ്റെ വിളി കേട്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നിരുന്ന വർണ്ണ പതിയൊന്ന് മൂളി. സോറിടാ, നാളെ ഡ്യൂട്ടി ക്ലാസ്സിൽ പോകേണ്ട കാര്യം ഞാൻ ഓർത്തില്ല. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു. വർണ്ണ മറുപടി ഒന്നും പറയാതെ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു. നാളെ ക്ലാസ്സിൽ പോയി ഉറക്കം തൂങ്ങൂടാ? ദത്തൻ കള്ളച്ചിരിയോടെ ചോദിച്ചതും വർണ്ണവൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർത്തി കടിച്ചു. എടി തെണ്ടി, നീനെ കടിക്കുമല്ലേ? അത് പറഞ്ഞ് ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ കഴുത്തിലായി കടിച്ചു. ശേഷം അവിടെ പതിയെ ഉമ്മ വെച്ചു. ഉറങ്ങിക്കോടാ, ദത്തൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ കുളി കഴിഞ്ഞ് വന്ന് ദത്തൻ ബെഡിൽ കിടന്നുറങ്ങുന്ന വർണ്ണയുടെ അരികിലേക്ക് വന്നു. കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്ന തൻ്റെ പാതിയെ ദത്തനൊന്ന് നോക്കി നിന്നു. ശേഷം അവളുടെ നെറുകയിലൊന്ന് തലോടി അവൾ ഉമ്മ വെച്ചു. കുളി കഴിഞ്ഞ് വന്ന് അവൻ്റെ അധരങ്ങളുടെ തണുപ്പ് തട്ടിയതും അവളൊന്ന് ചിണുങ്ങി തിരിഞ്ഞു കിടന്നു. എണീക്കടി കള്ളി, അവനവളുടെ പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് വിളിച്ചു. കുറച്ച് നേരം കൂടി ദത്താ. അവൾ തലയിലേക്ക് മുഖം ചേർത്ത് കമിഴ്ന്ന് കിടന്നു. ദത്തനൊരു ചിരിയോടെ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു. ശേഷം കബോർഡ് തുറന്നൊരു കവർ പുറത്തെടുത്തു. 4 വർഷമായി താൻ ഉപേക്ഷിച്ച തൻ്റെ ജീവിത സ്വപ്നം. ദത്തനൊരു ദീർഘനിശ്വാസത്തോടെ ആ കവറിനുള്ളിൽ നിന്നും തൻ്റെ പോലീസ് യൂണിഫോം പുറത്തെടുത്തു. ദേവദത്തൻ IPS എന്നെഴുതിയ തൻ്റെ പേരിലൂടെയും തോളിലെ സ്റ്റാറുകളിലൂടെയും അവനൊന്ന് പേരിലൊഴിച്ചു. ഒപ്പം മുഖത്തൊരു പുഞ്ചിരിയും വിടർന്നു. ഉറക്കമുണർന്ന വർണ്ണ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്ന് ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. അവളുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് ദത്തനെയാണ്. അവനെ തിരഞ്ഞ് അവൾ നേരെ നോക്കിയത് കണ്ണാടിയുടെ സൈഡിലാണ്. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ദത്തനെ കണ്ട് വർണ്ണയ്ക്ക് വിശ്വസിക്കാനായില്ല. ഡ്രഗ്സിംഗ് ടേബിളിന് മുകളിലിരിക്കുന്ന വാച്ച് കയ്യിൽ കെട്ടി ദത്തൻ തിരിഞ്ഞതും ബെഡിൽ അന്തം വിട്ടിരിക്കുന്ന വർണ്ണയെ കണ്ട് ചിരി വന്നു. അവൻ ആ ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു. എൻ്റെ കുട്ടി എണീറ്റോ? ദത്തൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മൂളി. എന്തെങ്ങനെ നോക്കണേ? നീ എവിടെ പോവാ? ഈ യൂണിഫോമൊക്കെ എവിടുന്നാ? എൻ്റെ കുട്ടിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. എൻ്റെ കുഞ്ഞിന് പോലീസുകാരനല്ലേ ഇഷ്ടം? അവൾ തലയാട്ടി. എന്നാ പറഞ്ഞേ, എങ്ങനെയുണ്ട്? അവൻ 2 അടി പിന്നിലേക്ക് നിന്ന് 2 കൈയും വെടുപ്പിൽ കുത്തി നിന്ന് ചോദിച്ചു. രസമൊക്കെ ഉണ്ട്, പക്ഷെ നീ പണ്ടാ ജോലി ഉപേക്ഷിച്ചെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ചോദിച്ചാ ഞാൻ മനസ്സാൽ ഉപേക്ഷിച്ചതാണ്. പക്ഷെ പഴയതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഇതിനോടും ഒരാഗ്രഹം. നിനക്കൊരു കാര്യം അറിയും, ഈ ദത്തനൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും മോഹിച്ചതും ഈ യൂണിഫോമിന് വേണ്ടിയായിരുന്നു. അതുപോലും ഞാൻ ഉപേക്ഷിച്ചു. ജീവിതം അത്രയ്ക്ക് വെറുത്തു പോയിരുന്നു. ദത്തനത് പറഞ്ഞതും വർണ്ണ വന്നവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ഏയ്, അതൊക്കെ പണ്ടല്ലടാ. എൻ്റെ കുട്ടി എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ എല്ലാം മാറിയില്ലേ? ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മോഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും നിന്നെ മാത്രമാണ്. നിന്റെ സന്തോഷം എൻ്റെ സന്തോഷം, നിന്റെ ഇഷ്ടങ്ങൾ മാത്രം എൻ്റെ ഇഷ്ടം. ദത്തൻ അവൾ 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. അല്ല ദത്ത, നീ കുറേ കാലം ജോലിക്ക് കയറാത്തതുകൊണ്ട് ഇനി പറ്റുമോ? വീണ്ടും പഠിച്ച എക്സാമൊക്കെ എഴുതേണ്ടി വരില്ലേ? 5 വർഷം നമുക്ക് ലീവ് എടുക്കാം, അതാണ് നിയമം. നമ്മളിപ്പോൾ 4 ഇയേഴ്സല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറാം. ദത്തൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കോ? അവൾ നെറ്റിച്ചുടിച്ചുകൊണ്ട് ചോദിച്ചു. ദത്തൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിപ്പെണ്ണല്ലേ, അപ്പം നമ്മളെന്നല്ല പറയാം. അവൾ ഇക്കിളിപ്പെടുത്തി ദത്തൻ പറഞ്ഞതും വർണ്ണ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങൂട്ടോ. 9:30 സനൂപിൻ്റെ ഓട്ടോ വരും. അതിൽ കയറി കോളേജിൽ പോയാൽ മതി. അനുവും വേണിയും ഉണ്ടാകും. എൻ്റെ കുട്ടി വേഗം പോയി റെഡിയായിക്കേ. ഇനി പിന്നാലെ നടന്ന് എല്ലാം ചെയ്തു തരാനേ എനിക്ക് സമയം കാണില്ല. എന്നത്ര കഷ്ടപ്പെട്ട് എന്തിനാ എന്നെ പാടിക്കാൻ വിടുന്നേ? ദത്തൻ്റെ അലറിയതേ ഓർമ്മയുള്ളൂ. വർണ്ണ വേഗം ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് ഓടി. ദത്തൻ ചിരിയോടെ ഫോണും എടുത്ത് മുറ്റത്തേക്ക് നടന്നു. പാർത്തിയെയും ശ്രീയെയും ധ്രുവിയെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തറവാട്ടിലിപ്പോൾ ആരും അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ദത്തൻ അകത്തേക്ക് വരുമ്പോൾ വർണ്ണ റൂമിലുണ്ടായിരുന്നു. കുളി കഴിഞ്ഞൊരു ഷോർട്ട് മിഡിയാണ് അവളുടെ വേഷം. മുടിയിൽ നിന്നും വീഴുന്ന വെള്ളം അവളുടെ ഡ്രസ്സിലും നനക്കുന്നുണ്ട്. അവളാണെങ്കിൽ യൂണിഫോം അയൺ ചെയ്യുന്ന തിരക്കിലാണ്. ദത്തൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളെ പിന്നീന്ന് പുണർന്നു. ഒരു കൈ ഇടുപ്പിലും മറുകൈ അയൺ ബോക്സിൽ പിടിച്ചിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിലായി വെച്ചു. ശേഷം അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്തതും വർണ്ണ നിന്ന് കുതറി. ദത്ത, വേണ്ടട്ടോ, എൻ്റെ യൂണിഫോം! അവൾ അലറി. ഓ! അവൻ അവളുടെ കയ്യിലെ അയൺ ബോക്സ് പിടിച്ചു മാറ്റി വെച്ച് അവളെ തനിക്ക് നേരെ നിർത്തി. തല ശരിക്കും തോത്തിയില്ലേ? അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കാൻ നിന്ന ദത്തൻ പെട്ടെന്ന് തല ഉയർത്തി ചോദിച്ചു. അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി.
എന്നിട്ടാണോ മുടിയിൽ ഇത്ര നനവ്? അവൻ ശാസ്ത്രിയോട് പറഞ്ഞ് സ്റ്റാൻഡിന് മുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന ടവലെടുത്ത് കൊണ്ടുപോന്നു. അവളെ തിരിച്ചു നിർത്തി ദത്തൻ തല തോർത്തി കൊടുത്തു. ശേഷം അവളുടെ മുടി മുൻവശത്തേക്കിട്ട് അവളുടെ പിൻകഴുത്തിലായി മുഖം ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടക്കുന്നതിനനുസരിച്ച് അവൻ്റെ കൈകളും വാർണയുടെ ടോപ്പിനുള്ളിലൂടെ അവളുടെ ഇടുപ്പിലേക്ക് പ്രവേശിച്ചിരുന്നു. ദത്തൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വായിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. എനിക്ക് ഇറങ്ങാൻ ടൈമായി, പക്ഷേ എൻ്റെ കുട്ടി വിട്ട് പോകാനും തോന്നുന്നില്ല. ഇപ്പം മനസ്സിലായോ ഞാൻ കോളേജിൽ പോകുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അപ്പം നീ എന്താ പറഞ്ഞ് എനിക്ക് മടിയാണെന്നല്ലേ? എന്നെ വിട്ടേ, എനിക്ക് പോവാൻ ലേറ്റാവും. പഠിച്ച് മല മറിച്ച് എനിക്കൊരു കളക്ടറാവേണ്ടതാ. ദത്തൻ്റെ കൈകൾ എടുത്തു മാറ്റി പറഞ്ഞു. എടി കള്ളി, നീ പകരം വീട്ടാണല്ലേ? പകരം അത് വീട്ടാനെന്താണ് മിസ്റ്റർ ദേവദത്തൻ? എന്നാലേ ഞാനും പകരം വീട്ടിട്ട് ഇന്നലത്തെ രാത്രിയുടെ ബാക്കി. ദത്തനൊരു പ്രത്യേക ഭാവത്തിൽ ചോദിച്ചതും വർണ്ണയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു. ഒപ്പം മീശ പിരിച്ചുകൊണ്ട് ദത്തനും. അവൾ ചുമരിൽ തട്ടി നിന്നതും ദത്തനിൽ ഒരു കള്ളച്ചിരി പിരിഞ്ഞു. അവളുടെ ഇരു സൈഡിലുമായി ചുമരിൽ കൈകുത്തി ദത്തൻ നിന്നു. വർണ്ണയുടെ കണ്ണ് പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. ദത്തനൊന്ന് കുനിഞ്ഞ് അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടേടാ? വർണ്ണ അവനെ തന്നെ നോക്കിക്കൊണ്ട് തലയാട്ടി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ, ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് നിനക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അവളുടെ ഇരു കണ്ണിൽ ഉമ്മ വെച്ച് ദത്തൻ പുറത്തേക്ക് നടന്നു. ഒപ്പം മുഖത്ത് നിറഞ്ഞ നാണം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് വർണ്ണയും. ഫുഡ് കഴിച്ചിട്ട് സമയത്തിന് ഇറങ്ങണം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അനുവിൻ്റെയോ വേണിയുടെയോ വീട്ടിൽ നിന്നാൽ മതി. ഞാൻ വരുമ്പോൾ വിളിക്കാൻ വരാം. ഇറങ്ങാട്ടോ. ദത്തൻ അവളുടെ നെറുകയിൽ ഒരിക്കൽ കൂടി ചുണ്ടുകൾ അമർത്തി ബുള്ളറ്റിൽ കയറി. ദത്തൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പോകുന്നത് വരെ അവൾ നോക്കി നിന്നു. ശേഷം അകത്ത് വന്ന് യൂണിഫോം ഇട്ട് പോവാൻ റെഡിയായി. ദത്തൻ പോയതും ആകെ ഒറ്റപ്പെട്ടൊരു തോന്നല്. അവൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നിയില്ല. 9 ആയതും അവൾ ബാഗും എടുത്ത് വീട് പൂട്ടി ഇറങ്ങി. ഫോൺ റിങ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ ദത്തൻ. അവൾ വേഗം ഫോണെടുത്തു. ഇറങ്ങിയോ കുഞ്ഞേ? ദത്താ, നീ അവിടെ എത്തിയോ? കുറച്ച് നേരമായി. ഭക്ഷണം കഴിച്ചെൻ്റെ കുട്ടി? കള്ളം പറയരുതേ. കഴിച്ചില്ല. എന്താ കഴിക്കാഞ്ഞേ? എനിക്ക് തോന്നിയില്ല ദത്താ. കീസ് അനൂപിൻ്റെ വീട്ടിൽ കൊടുത്താൽ മതി. എന്നാൽ ഞാൻ കട്ട് ചെയ്യാം, പിന്നെ വിളിക്കാമേ. ശരി. വർണ്ണ അശ്വതിയുടെ കയ്യിൽ കീ കൊടുത്ത് സനൂപിൻ്റെ ഓട്ടോയിൽ കയറി. വർണ്ണയെ നോക്കി അനൂപും വേണിയും അവിടെ വീടിന് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സനൂപേട്ടാ, ഒരു 10 മിനിറ്റേ. വർണ്ണ ഒന്ന് വന്നേ. വേണി വർണ്ണയും വിളിച്ച് വീട്ടിലേക്ക് നടന്നു. എന്താടി കാര്യം? വർണ്ണ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. നീ എന്താ രാവിലെ ഒന്നും കാണിക്കാതെ വന്നേ? അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ കഴിപ്പിച്ചിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണിയുടെ അമ്മ പ്ലേറ്റിൽ ദോശയും കറിയുമായി വന്നിരുന്നു. വേഗം കഴിച്ച് പോകാൻ നോക്കിക്കേ മക്കളെ. അമ്മ പറഞ്ഞതും പറഞ്ഞ ചെയറിലേക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. രാവിലെ ദത്തം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാ പോയത്. വേണിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് വർണ്ണയൊന്ന് പുഞ്ചിരിച്ചു. വീട്ടിലേട്ടൻ വന്നിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടി. നീ എന്താ പറഞ്ഞ ഞങ്ങളോടിത് പറയാതിരുന്നേ? പിന്നെ ഞാൻ തന്നെ രാവിലെ അറിഞ്ഞത്. അച്ഛനിപ്പോൾ കുറവുണ്ടോ? എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നല്ല മാറ്റമുണ്ട്. എല്ലാം ദത്തൻ കാരണം. ഇന്നത്തെ കാലത്ത് ആരും അല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ ചെലവാക്കാന്നൊക്കെ പറഞ്ഞ മോളുടെ ഭാഗ്യ ദത്തൻ. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരാ പറഞ്ഞ ആരുമല്ലെന്ന്? എൻ്റെ അനുവിൻ്റെ സ്വന്തം ഏട്ടനാ ദത്തേട്ടൻ. വേണിയത് പറഞ്ഞു വർണ്ണക്കും വല്ലാത്ത സന്തോഷം തോന്നി. അച്ഛൻ്റെ കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെ ഫീസൊക്കെ ദത്തന് അടക്കുന്നതേ ഞങ്ങളുടെ ഏട്ടനായതുകൊണ്ടാ, അനുപം പറഞ്ഞു. എന്നാൽ വർണ്ണയ്ക്ക് ഇതെല്ലാം പുതിയ അറിവായിരുന്നു. ദത്തന് ഇതൊന്നും തന്നോട് പറഞ്ഞില്ലല്ലോ. വർണ്ണയ്ക്ക് ഒരു നിമിഷം ദത്തനെ കാണാൻ തോന്നി. സ്വപ്നം കണ്ടിരിക്കാതെ വേഗം കഴിക്കെടുത്തേണ്ടി, സമയം പോന്നു. അനുവിൻ്റെ അടി പുറത്ത് വന്ന് വീണപ്പോഴാണ് വർണ്ണ സ്വഭാവത്തിലേക്ക് വന്നത്. അവൾ വേഗം കഴിച്ചെഴുന്നേറ്റു. പോകുന്ന വഴി ദത്തനെ വിളിച്ചുവെങ്കിലും കിട്ടുന്നില്ല. ടീച്ചർ ക്ലാസ്സിലെത്തി കഴിഞ്ഞാണ് 3 പേരും ക്ലാസ്സിലെത്തിയത്. ചീത്തർ പ്രതീക്ഷിച്ചെങ്കിലും ടീച്ചർ പുഞ്ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറാൻ പറഞ്ഞു. ഇന്നലത്തെ ഒറ്റ ദിവസത്തോട് അവർ 3 പേരും ടീച്ചറുടെ പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു.